ഹായ് ഗേൾസ്, കുറേ ദിവസം കൊണ്ട് മോള് പറയുന്നു ഉമ്മി എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പൊതിച്ചോറ് വേണമെന്ന്. ഞാൻ വിചാരിച്ചു ഇന്നത് ഉണ്ടാക്കാമെന്ന്. ആ വീഡിയോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതിച്ചോറ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. സവാള, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉണക്കക്കൊഞ്ച്, ഉണക്കമുളക്, കറിവേപ്പില. പിന്നെ ഞാനിതിലേക്ക് മുട്ട എടുത്തിട്ടുണ്ട്, ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ തൈര്, കിഴങ്ങ്, പയർ. നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പയറിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം, കാരണം ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. നമുക്കതൊന്ന് മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ജാറെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ജീരകവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ തോരൻ ഉണ്ടാക്കുവാണ്, അതിനൊരുപാട് അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം വേറെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്കൊരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വേറൊന്നിനുമല്ല, ഞാനിതിലേക്ക് പൊതിച്ചോറിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉണക്കമുളക് എടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അന്നേരം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചാൽ മതി. കുറച്ച് ഫാസ്റ്റായിട്ടാണ് എല്ലാം ആക്കിയെടുക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണമായിരുന്നു, അതിന് മുമ്പ് എല്ലാം റെഡിയാക്കി എടുക്കണമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാനത് ആക്കിയെടുത്തത്. അതുകൊണ്ട് ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ബ്രൗൺ കളറായാൽ മതി. നമുക്കിനി ഇത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും നല്ല കമൻസാണ് ചെയ്തേക്കുന്നത്. ഇനിയും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ എണ്ണയിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നിനുമല്ല, നമുക്ക് ആ എണ്ണയിൽ തന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് കിഴങ്ങൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സവാളയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് വേവാൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് നമുക്കത് വേവാൻ വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവാൻ വെക്കാം. ഇനി നമുക്ക് മറ്റേ പയർ വെന്തോന്നുള്ളത് നോക്കാം. ഞാൻ അപ്പുറത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പയർ ഞാൻ അപ്പുറത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്, കാരണം എല്ലാം കൂടെ എൻ്റെ കൈവാക്കിന് വെച്ച് എനിക്ക് പാചകം ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക്. പിന്നെ വേറെ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് ഉണക്കച്ചെമ്മീൻ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഞാൻ ആദ്യം ഒന്ന് കഴുകി അരിക്കാൻ വെച്ചിരുന്നതാണ്. ഇത് വേറെ ഒന്നിനുമല്ല, നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഉണക്കക്കൊഞ്ചാണ്. അതൊന്ന് ആ ഒരു പാത്രത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഉണക്കക്കൊണ്ട് ചൂടാക്കിയെടുക്കുമ്പോഴേ ആ ചമ്മന്തിക്കകത്തിടുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്കതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇടയ്ക്ക് ആ പയർ ഇളക്കി കൊടുക്കുന്നുണ്ട്. ശ്രദ്ധ മാറിയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട്. ഇനി വെന്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക. അതിലേക്ക് പിന്നെ കുറച്ച് എണ്ണയും കൂടെ
ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെന്തതിന് ശേഷം അരപ്പെല്ലാം ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് റെഡിയാക്കാം. ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് പച്ചടിക്ക് ആവശ്യമായ ബീട്രൂട്ട്, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവാൻ വെക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് വേവാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഉപ്പിട്ടില്ല, കാരണം നേരത്തെ ഉപ്പിട്ട് കഴിഞ്ഞാൽ കിഴങ്ങ് വേവുന്നതിന് കുറച്ച് താമസം വരും. അത് കാരണം ഉപ്പ് പിന്നീടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക, അടുക്കി പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്തതിനാവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഉണക്കക്കൊഞ്ച്, ഇഞ്ചി, കൊച്ചുള്ളി, അതിനാവശ്യമായ പുളിയാണ് എടുത്തിരിക്കുന്നത്. പുളിയുടെ കുരു നേരത്തെ കളഞ്ഞ് വെച്ചിരുന്നതായിരുന്നു. പിന്നെ അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്, മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് കിഴങ്ങിനാവശ്യമായ മുളക് പൊടിയും കുറച്ച് ഞാൻ ഇതിനകത്ത് മുളക് പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ചെയ്തു പോയത്, ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മിസ് ചെയ്തു പോയി. കുഴപ്പമില്ല, ഞാൻ മുളക് പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് അതെല്ലാം കൂടെ ധൃതിക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റാണ് മനസ്സിലായത്. എന്നാലും അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതിനാവശ്യമായ തേങ്ങ എടുക്കാം. നമ്മൾ ബീട്രൂട്ടിന് ആവശ്യമായ തേങ്ങയാണ് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് കൊച്ചുള്ളി, വെളുത്തുള്ളി രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ജീരകം, കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഞാനിതിനകത്ത് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഞാൻ അത് അരച്ചു കൊണ്ടുവരാം. ഇനി അതിൻ്റെ കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കിഴങ്ങ്. ഈ പൊതിച്ചോറിനകത്ത് കിഴങ്ങ് മെഴുക്കുവരട്ടി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക എന്തോ തന്നെ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കിഴങ്ങ് മെഴുക്കുവരട്ടി ഇതൊക്കെ ഉപയോഗിച്ച് ഒന്നാക്കി നോക്കണം. ഞാൻ അന്നേരം അത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രഷ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബീട്രൂട്ടും ക്രഷ് ചെയ്ത് പിന്നെ അതിനകത്ത് തൈരും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കടുക് വറുക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിച്ചത്. കടുക് വറുക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഡീറ്റെയിൽഡായിട്ട് ഇടാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് വീഡിയോ എടുത്തു പോകുന്നത്. അതാണ്ട് കടുക് ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ബീട്രൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊതിച്ചോറ് കെട്ടിക്കഴിഞ്ഞ് അത് അഴിക്കുമ്പോഴുണ്ടല്ലോ, ഈ ശരിക്കും നമ്മൾ സൂം ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു കളറായിരിക്കും. നല്ല കളർ ആ ചോറിനകത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ആവശ്യമായ മുട്ട ചുട്ടെടുക്കാൻ വെക്കാം. മുട്ട ചുടാൻ വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. 3 മുട്ടയാണ് എടുത്തത്. അതിലേക്ക് കൊച്ചുള്ളി, പച്ചമുളക്,
കറിവേപ്പില, ഉപ്പ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. താറാമുട്ടയാണ് എടുത്തത്. ഇത് മൂന്നും കൂടി ഇട്ട് ഒരുമിച്ച് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു, പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ദാണ്ടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരുമിച്ച് പൊരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. അങ്ങനെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇല വാട്ടിയെടുക്കാം. ഇല വാട്ടുന്നതിന് വേണ്ടി ഞാൻ ഇല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഗ്യാസിൻ്റെ പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് വാട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ ഇല കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് എല്ലാ ഇലകളും ഒന്ന് വാട്ടിയെടുക്കുകയാണ്. മക്കൾക്കൊക്കെ പാത്രത്തിൽ മാത്രം ചോറ് കൊടുത്തു വിടാതെ ഇടയ്ക്കൊക്കെ ഒരു മാസത്തിൽ ഒരു വട്ടമൊക്കെ ഈ ഇലയ്ക്കകത്ത് ഇങ്ങനെ ചോറ് കൊടുത്ത്, ഇങ്ങനെ വേറെ പുറത്തുനിന്ന് മീനോ അങ്ങനെ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചെറിയ എന്തെങ്കിലും ചെറിയ തൊടുകറികൾ മാത്രം മതി. പിന്നെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടായാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനിടയ്ക്കൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അന്നേരം വേണ്ട ഇല വാട്ടിയിട്ട് ഞാൻ അതിലേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുക്കുവാണ്. അതുകൊണ്ട് ഇപ്പോൾ അടുപ്പേൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. മുറിച്ച് നല്ല ആവി പറക്കുന്ന ചൂട് ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചൂട് ചോറിട്ട് കണ്ടോ, അതിനകത്ത് നിന്ന് ആവി പറക്കുന്ന കണ്ടോ. നല്ല ചൂട് ചോറിട്ട് കൊടുത്താലേ ആ ഇലയ്ക്കകത്ത് അങ്ങോട്ട് സെറ്റ് ആവത്തുള്ളൂ. ചൂട് ചോറിട്ട് കൊടുത്തതിന് ശേഷം പയർ മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ ചമ്മന്തി ഇട്ട് കൊടുക്കാം, ഉണക്കമുളക് വെച്ച് കൊടുക്കാം, പിന്നെ പച്ചടി വെച്ച് കൊടുക്കാം, പിന്നെ അതിലേക്ക് കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെച്ച് കൊടുക്കാം, പിന്നെ നാരങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട്, മാങ്ങാച്ചാർ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ മുട്ട വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് കാണുമ്പോഴാ എന്താ ഭംഗിയാ. ഇങ്ങനെ അതെല്ലാം വെച്ചിട്ട് നമുക്കിനി ഇനിയാണ് ടാസ്ക്. സത്യം പറഞ്ഞാൽ ഇല മടക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ വലുതായിട്ട് മടക്കിയിട്ടില്ല. ഒരു കൈ കൊണ്ട് ക്യാമറയും പിടിച്ചേക്കുവാണ്, ഒരു കൈ കൊണ്ട് ഇലയും മടക്കുവാണ്. അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണാനുണ്ട്. അന്നേരം നമുക്ക് ഇതെല്ലാം മടക്കിയെടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം.